ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് ഇതുപോലെ ക്രഷ്ഡ് ഓർഗൻസയിൽ തന്നെ വരുന്ന ഒരു ഫാബ്രിക് ആണോ. ഇത് തന്നെ നമ്മളൊരു ബേജ് കളറിലോട്ട് ചെറിയൊരു പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് ചെയ്തായിരുന്നു. നല്ല അടിപൊളിയാട്ടോ. ഇതിനകത്തുള്ള സ്റ്റോൺസ് വരുന്ന സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്. ഞാൻ നേരത്തെ പറയുന്നു, നല്ലൊരു കളറാണ്. മുമ്പ് ചെയ്തൊരു ബേജ് കളറാണ്, ഇപ്പോൾ ഇതൊരു പിങ്ക് കളറാണ്. ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചാൽ നല്ലൊരു എന്താ പറയുക, സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വേറെ ഓൾറെഡി ഈ മെറ്റീരിയലിൽ തന്നെ കുറച്ചൊരു സ്റ്റോൺസും ഇതൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സോഫ്റ്റ് ബോൾസ് വെച്ചിട്ട് ഇതുപോലെ ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു യോക്കൊക്കെ വെച്ചിട്ട് ബാക്ക് സൈഡിലോട്ട് ഇതേ ഫാബ്രിക് തന്നെയാണ്. കണ്ടോ, ഈ സെയിം ഫാബ്രിക് ആണ്. എയർലൈൻ പാറ്റേൺ ആണ്. സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല. സ്ലീവ് ലൈനിങ് വേണം എന്നുള്ളത് സ്പെഷ്യലി പറയണം. ഇതിന്റെ ലെങ്ത് 48 വരുന്നുണ്ട്. ഓക്കെ, അപ്പം ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. കോട്ടൺ വേണം എന്നുള്ളത് സ്പെഷ്യലി മെൻഷൻ ചെയ്യണം. അതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ഇതുപോലെ ഫ്രണ്ടിൽ എത്രയും പ്ലീറ്റ്സ് ഒക്കെ വരുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് തോന്നും. പിന്നെ ബോട്ടം വേണം എന്നുള്ളൊരു സെയിം ടോൺ നമുക്ക് ടൈം എടുക്കും കേട്ടോ. ബോട്ടം നമുക്ക് ദുപ്പട്ടയൊക്കെ പെയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ടൈം വേണം. ദുപ്പട്ട നമുക്ക് വന്നിട്ട് ജോർജറ്റിലോട്ടോ ഒക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഭംഗി. അപ്പൊ ഇതിന്റെ ബേജ് കളറിന്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ റേറ്റ് വരുന്നത് 2250 പ്ലസ് ഷിപ്പിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ബുക്ക് ചെയ്തിട്ട് ഒരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, ബേജ് കളർ വരുന്നത് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടൊരു പാറ്റേണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, എയർലൈൻ പാറ്റേണിലോട്ട്. ഇത് ക്രഷ്ഡ് ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഫുള്ളി സ്റ്റോൺസ് ആണ് കേട്ടോ. അത് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്. പ്രത്യേകം ഞാൻ പറയുന്നത് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്. പെട്ടെന്ന് പോകുന്നില്ല. നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാമ്പൂ വാഷ് ഒക്കെ ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെയാണ് ഫുള്ളി. നല്ല രസമാട്ടോ. അവിടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഈ മണല് ഇങ്ങനെ ഇട്ട പോലെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു പാറ്റേൺ ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒരു പ്രിൻസസ് കട്ട് യോക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ലൂപ്പും ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. മിഡിലിൽ ഇങ്ങനെ ഒരു നല്ലൊരു പാറ്റേൺ, നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ഷേപ്പ് തോന്നും. ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ നമ്മൾ പ്ലെയിൻ എയർലൈൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെയാണ് അതിന്റെ വരുന്നത്. ഒരു ഫ്രണ്ടിലോട്ട് ഇതുപോലെ ഒരു ലൂപ്പും ബട്ടണൊക്കെ വെച്ചിട്ട് കണ്ട പ്രിൻസസ് കട്ടിന്റെ ഒരു യോക്ക കൊടുത്തേക്കുന്നത് ഇതേപോലെ. എന്നിട്ട് താഴോട്ട് നല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് വരുന്നത് 48 ആണ്. പിന്നെ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഞാൻ ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ആ സ്റ്റോൺസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ നമ്മൾ യോക്കിന്റെ അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല ഇതിനകത്ത് തന്നെ ഓരോ സ്റ്റോൺസ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് ഒത്തിരി തിളങ്ങുന്നതല്ലാട്ടോ, ഇത് ലൈറ്റിന്റെ ആണ്. ചെറിയ സ്റ്റോൺസ് ആണ്, സിൽവർ കളർ ചെറിയ സ്റ്റോൺസ് ആണ് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ആംഗിൾ ലെങ്ത് ബോട്ടം വേണമെങ്കിൽ സെയിം ടോൺ തന്നെ ഇട്ടിട്ട് കുർത്തിയായിട്ട് വെയർ ചെയ്യാം. ഇനി ഇത് തന്നെ സ്ലിറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. കാരണം നമ്മൾ എയർലൈൻ പാറ്റേൺ ചെയ്തേക്കുന്നത്, ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ. അപ്പോൾ സ്ലിറ്റ് വേണമെന്നുള്ളവർ സ്പെഷ്യലി വേഗം പറയണം. എല്ലാവർക്കും എയർലൈൻ യൂസ് ചെയ്യണം എന്നില്ലല്ലോ. അപ്പോൾ ലെങ്ത് 48 വരുന്നുണ്ട്. പിന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്.